മായാമയൂരം. രചന, അവതരണം ഋതു. ചിതറിത്തെറിച്ച് രക്തത്തിൽ കിടന്ന് പിടയുന്നവരുടെ നിലവിളികൾ കാതിൽ വന്നലച്ചു. ശ്വാസമെടുക്കാൻ പ്രയാസപ്പെട്ടെന്ന പോലെ മായ കണ്ണുകൾ വലിച്ചു തുറന്നു. അപ്പോഴും ആൽബിൻ്റെ കരവലയത്തിനുള്ളിൽ ഇറുകിക്കിടക്കുകയായിരുന്നു അവൾ. പൂച്ചക്കണ്ണുകളുടെ രൂക്ഷമായ നോട്ടം തലച്ചോറിലേക്ക് ചാട്ടുളി പോലെ തളർന്നു കയറി. അവൾ ശക്തിയായി ആൽബിനെ തള്ളിമാറ്റി. കിതപ്പടക്കാനാകാതെ ചുവരിൽ ചാരി നിന്ന് പിടഞ്ഞു. എന്തടി? അവളുടെ അവസ്ഥ കണ്ട് ആൽബിന് ഭയം തോന്നി. ഞാൻ പെട്ടെന്ന് വന്നതാണോ ഇത്ര ടെൻഷനാകാൻ കാരണം? ഇന്നലെ ഇന്നായിട്ട് നിന്നെ കാണാതെ ഞാൻ ആകെ. മുഴുമിപ്പിക്കാനാകാതെ അവൻ തല കുടഞ്ഞു. ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം. അവൻ മുണ്ട് മാടിക്കുത്തി മീശ പിരിച്ചുകൊണ്ട് അവളെ നോക്കി. ഉള്ളിലുള്ള കാര്യം അതുപോലെ പറയുന്നവനായി ആൽബി. അതാരുടെ മുഖത്ത് നോക്കി പറയാനും ഒരു ഏനക്കേടും എനിക്കില്ല. അതുകൊണ്ട് ഇറങ്ങിപ്പോ ഇവിടുന്ന്. അവനെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അവൾ പുറത്തേക്ക് വിരൽ ചൂണ്ടി. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഡി കൊച്ചേ, എപ്പോൾ പോകണം എപ്പോൾ വരണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അത് നീ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ദേഷ്യത്തോടെ അവൻ അവളെ നോക്കി. എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കണ്ട. ഇപ്പം ഇവിടുന്ന് പോകണം. അല്ലെങ്കിൽ അവൻ നെറ്റി ചുളിച്ചു. നീ എന്നാ ചെയ്യും? ആൽബി അവളുടെ കൈ പിടിച്ച് തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു. ഇത്രയും നേരം ഈ നെഞ്ചിലായിരുന്നില്ലേ നീ, എൻ്റെ കൈച്ചൂടിനകത്ത്? അപ്പം തള്ളിമാറ്റം തോന്നിയില്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ ഡയലോഗൊന്നും ഇങ്ങോട്ട് വേണ്ട. ദേ കൊച്ചേ, ഇതിലൊന്നും എനിക്കൊരു മുൻപരിചയമില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണ് ഈ നെഞ്ചിൽ ചേർന്ന് കിടന്നത്. അപ്പോൾ ഒരു എതിർപ്പും നീ പറഞ്ഞില്ലല്ലോ. ജീവിതാവസാനം വരെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനും എനിക്കറിയാം. അതും പറഞ്ഞ് അവളുടെ ഇടുപ്പിലൂടെ അവൻ കൈ ചേർത്ത് അവളെ മുറുകി പിടിച്ചു. അവൾ കുതറിക്കൊണ്ടിരുന്നു. വാശി പിടിക്കേണ്ട മായേ, ഒരു കാര്യം ഞാൻ പറയാം. അന്നമ്മ വളരെ കൊച്ചു കുഞ്ഞാണ്. ദിവസവും വൈകുന്നേരം എങ്കിലും അവളോട് സംസാരിക്കണം. ഞാൻ വരും കാണാൻ, കേട്ടല്ലോ? അവൻ അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. കണ്ണുകൾ ഇറുകെ അടച്ച് അവൾ മുഖം ചെരിച്ചു നിന്നു. അപ്പോൾ നാളെ കാണാം. ഇച്ചായൻ പോട്ടെ കൊച്ചേ, അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് ചിരിയോടെ അവൻ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് അന്തം വിട്ടവൾ നിന്നു. വാതിലിനടുത്ത് നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് കണ്ണിറുക്കി കാണിച്ചു അവൻ. ചെറുചിരിയോടെ എന്നിട്ട് ഇറങ്ങിപ്പോയി. മായയ്ക്ക് തല കറങ്ങുന്നതായി തോന്നി. അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു. ഇത്രയും സമയം എന്തൊക്കെയാണ് നടന്നതെന്ന് അവൾ ഓർത്തെടുത്തു. വിശ്വസിക്കാനാവാതെ മുടിയിൽ പിടിച്ചു വലിച്ചു. താൻ ഒരാളോട് ചേർന്ന് നിന്നു, എതിർക്കാതെ, അനുസരണയോടെ. അതോർത്തതും അവൾക്ക് എന്തെന്നില്ലാത്ത ഭയം തോന്നി. പാടില്ല, അരുതാത്ത ഒരു ചിന്ത പോലും മനസ്സിലേക്ക് വന്നുകൂടാ. ഇനിയും ആരുടെയും വേദന കാണാൻ തനിക്ക് കഴിയില്ല. അച്ചുവും ചിത്രയും ക്ലാസ് കഴിഞ്ഞെത്തിയപ്പോൾ സെൻട്രൽ ഹാളിൽ നിലത്ത് ചുമരും ചാരിയിരിക്കുന്ന മായയെയാണ് കണ്ടത്. അവർ വേവലാതിയോടെ അവളുടെ അടുത്ത് ചെന്നു. മായേ, നിനക്ക് എന്നാ പറ്റി? ചിത്ര ഭയത്തോടെ വിളിച്ചു. അവൾ ഒന്നും മിണ്ടാതെ ഏതോ ലോകത്തായി ഇരിപ്പാണ്. അച്ചു, ഇവളെന്താ ഇങ്ങനെ? എനിക്ക് പേടിയാവുന്നു. അച്ചു തൻ്റെ കൈകൊണ്ട് മായയുടെ മുഖം ഉയർത്തി നോക്കി. അവളുടെ കവിളിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങി. ഒരേങ്ങലോടെ അവരെ കെട്ടിപ്പിടിച്ചു. എനിക്ക് പറ്റുന്നില്ല, ഇതൊന്നും എനിക്ക് പറ്റുന്നില്ല. എന്താ സംഭവിച്ചത് എന്നറിയാതെ അവർ കുഴങ്ങി. നമുക്കിവിടുന്ന് പോവാം. എനിക്ക് നിൽക്കണ്ട ഇവിടെ. അവളുടെ ശബ്ദം പതറുന്നുണ്ടായിരുന്നു. എങ്ങോട്ട് പോവാൻ? അതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചത്? ആ കത്തിൻ്റെ കാര്യം ഓർത്താണോ? അവളൊന്നും മിണ്ടിയില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കും, മരിച്ചു പോകും ഞാൻ. നമുക്ക് ഇവിടുന്ന് പോകാം അച്ചു. ഞാൻ കാരണം ഇനി ആർക്കും. മുഴുവനാക്കാതെ അവൾ വീണ്ടും കരഞ്ഞു. നീ കാരണം ആർക്ക് എന്ത് പ്രശ്നം വരാനാണ്? അച്ചു അവളുടെ മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ട് ചോദിച്ചു. എത്ര കാലം ഓടി ഒളിക്കും? എവിടെ നിന്നൊക്കെ ഓടി ഒളിക്കും? അടുത്ത മാസം പരീക്ഷയാണ്. ഇതേ നോക്കിയേ, എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും ഇത്രയും കാലം നീ പഠിത്തത്തിലൊന്നും ഉഴപ്പിയിട്ടില്ല. അതുകൊണ്ട് മോൾ നല്ല ധൈര്യമായിട്ട് നിൽക്ക്. അച്ചുവിൻ്റെ വാക്കുകളൊന്നും അവനെ സമാധാനിപ്പിച്ചില്ല. പറ്റില്ല, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. എനിക്ക് പോകണം. അതും പറഞ്ഞ് അവൾ ക്ഷീണിച്ച് അവരുടെ മടിയിലേക്ക് തളർന്നു കിടന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ അച്ചുവും ചിത്രയും പരസ്പരം നോക്കി. ശരി, പോണമെന്ന് നിനക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമുക്ക് കോട്ടയത്തേക്ക് പോവാം. അടുത്ത ആഴ്ച അലീനയുടെ കല്യാണമല്ലേ? എത്ര ദിവസമായി അവൾ വിളിക്കുന്നു. മായ പ്രതീക്ഷയോടെ മുഖമുയർത്തി. പക്ഷെ ഒരു കാര്യം ഉറപ്പു തരണം. അതൊരു കല്യാണ വീടാണ്. നിൻ്റെ ഈ കരച്ചിലും വീർത്ത മുഖവും കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഇതുപോലെ ഒന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. ആ ഒരു ഉറപ്പ് തരണം. സമ്മതിച്ചോ നീ? അവൾ ചോദിച്ചു.
മായ പതിയെ തലയാട്ടി. അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറി നിന്നാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അലീനയെ അച്ചുവിനേക്കാൾ മുന്നേ അവൾക്കറിയാം. രണ്ടുപേരും ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ചവരാണ്. PGക്ക് വേറെ കോഴ്സ് എടുത്തതിനാൽ അലീന മുംബൈയിലേക്ക് പോയി. അപ്പോൾ നീ എഴുന്നേക്ക്, മുഖമൊക്കെ ഒന്ന് കഴുകി വേഗം വാ. ഞാൻ ബസ്സിന് ടിക്കറ്റ് കിട്ടുമോ എന്ന് നോക്കട്ടെ. അച്ചു അവളെ എഴുന്നേൽപ്പിച്ചു. അലക്സ് മുകളിലേക്ക് പോകുമ്പോൾ ആ മുറി തുറന്നിരിക്കുകയായിരുന്നു. ആളകത്തുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഡോർ തുറന്നിട്ടില്ല. സാർ അധികം ആരോടും സംസാരിക്കാറില്ല. പുറത്തിറങ്ങുമ്പോൾ പോലും മാസ്കും ക്യാപ്പും ധരിക്കും. ബ്ലാക്ക് ഷർട്ടാണ് എപ്പോഴത്തെയും വേഷം. അങ്ങനെയല്ലാതെ കണ്ടിട്ടില്ല. പേഴ്സണൽ ജിം റൂമിൽ ശബ്ദം കേട്ടപ്പോൾ സാർ വർക്കൗട്ട് ചെയ്യുകയാണെന്ന് മനസ്സിലായി. അലക്സ് അങ്ങോട്ട് നടന്നു. അടുത്തതായി എന്ത് സംഭവിക്കുമെന്നറിയില്ല. അയാളുടെ കയ്യിൽ പിടിച്ച ഫയലിലേക്ക് നോക്കിയതും ശരീരത്തിൽ ഒരു തരിപ്പ് പടർന്നു. ജിം റൂമിന് പുറത്ത് ഒരു നിമിഷം നിന്നുകൊണ്ട് അനുവാദത്തിനായി ഡോറിൽ മുട്ടി. യെസ്. അലക്സ് അകത്തേക്ക് കടന്നു വന്നു. പുള്ളപ്പ് ബാറിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു അവൻ. പുറത്തുള്ള മസിലിൻ്റെ പിടിച്ചിലിൽ ടാറ്റുവിലെ ഡ്രാഗൺ ചിറകനക്കുന്നത് പോലെ അലക്സിന് തോന്നി. ഫസ്റ്റ് വൺ അലക്സ്. സർ, അവർ ഇന്ന് കോട്ടയത്തിന് പോകുന്നു. വൈകുന്നേരം 7:30 ബസ്. സീറ്റ് നമ്പർ 12, 13, 14. അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. വാട്ട് അബൌട്ട് സെക്കൻഡ് വൺ? അലക്സ് ആ ഫയൽ ടേബിളിൽ വെച്ചു. അവൻ താഴെ ഇറങ്ങി ഫയലിലേക്ക് നോക്കി. താൻ പറഞ്ഞാൽ മതി. അവൻ ഡംബൽസ് കയ്യിലെടുത്തു. അലക്സ് ഉമിനീർ ഇറക്കിക്കൊണ്ട് ഒരു നിമിഷം നിന്നു. സർ, പേര് ആൽബി, വയസ്സ് 29, വീട് ഇരവിപുരം. വീട്ടിൽ ചേച്ചിയും മക്കളുമാണ്. അപ്പൻ ഒരു എക്സ് മിലിറ്ററി ആയിരുന്നു. 4 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ അപ്പനും അമ്മയും മരിച്ചു. ചേച്ചിയുടെ ഹസ്ബൻഡ് UK-ലാണ്. അവർ ഇവിടുത്തെ വലിയ പ്രമാണിയാണ്, പഴയ തറവാട്ടുകാർ. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കൊക്കെ ആ ബഹുമാനമുണ്ട്. പഠിച്ചതൊക്കെ ലോ ആണെങ്കിലും ചെയ്യുന്നത് ബിസിനസ്സാണ്. എല്ലാം കേരളത്തിന് പുറത്താണ്. മുംബൈയിലാണ് കേന്ദ്രം. UK-ലും ഉണ്ട്. അത് നോക്കി നടത്തുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡാണ്. മൈനിങ് ആണ് പ്രധാന ബിസിനസ്. ജാർഖണ്ഡിലും കർണാടകയിലും ഗോൾഡ് മൈനിൽ 60% പാർട്ട്ണർഷിപ്പുണ്ട്. പക്ഷേ സാർ, അലക്സ് ഒന്ന് നിന്നു. അത് കേരളത്തിൽ മാത്രമാണ് അവൻ ആൽബി. പുറത്തറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്, അലക്സാണ്ടർ. അവൻ്റെ കയ്യിൽ നിന്ന് ഡംബൽ താഴെ വീണു. കണ്ണുകൾ അവിശ്വസനീയതയോടെ അലക്സിനെ നോക്കി. അയാൾ മുഖം താഴ്ത്തി നിൽക്കുകയാണ്. അലക്സാണ്ടർ. അയാൾ ഫയൽ തുറന്ന് ഒരു ഫോട്ടോ അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അതിലേക്ക് നോക്കി ആ പൂച്ചക്കണ്ണുകളിൽ ചോര തുടിച്ചു. പിന്നെ ഉറക്കെ ഉറക്കെ അലറി ചിരിച്ചു.